بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولجميع المسلمين. നല്ല ഭക്ഷണം, നല്ല സമ്പാദ്യം, അതിനെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം. അൻ മുഹൈസത്ത റളിയല്ലാഹു അൻഹു, മുഹൈസത്ത് അല്ലെങ്കിൽ അൽ മുഹയ്യിസത്ത റളിയല്ലാഹു അൻഹു അന്നഹു ഇസ്തഅദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹയ്യിസത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സമ്മതം ചോദിച്ചു. ഈ ഉജ്റത്തിൽ ഹജ്ജാമി, ഹിജാമ നടത്തിയവന്റെ കൂലിയെ പറ്റി അത് വാങ്ങാൻ പറ്റുമോ, അത് ഭക്ഷിക്കാൻ പറ്റുമോ? ഫനഹാഹു, നബി തങ്ങൾ അതിനെ വിരോധിച്ചു. കറാഹത്താണ്, ഹറാമല്ല. ഹിജാമ കപ്പിങ് നടത്തുന്ന ഇയാളുടെ കൂലി ഭക്ഷിക്കുകയോ വാങ്ങുകയോ ചെയ്യല് കറാഹത്താണ്. ഫലം യസൽ യസ്തഅദിനുഹു, അദ്ദേഹം വീണ്ടും നബിയോട് സമ്മതം ചോദിച്ചപ്പോൾ ഹത്താ ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഇഅ്ലിഫുഹു, നീ അതിനെ തീറ്റ കൊടുത്തോ. നാലിഹക, നിന്റെ തേവ് മൃഗങ്ങൾക്ക്, തേവൊട്ടകത്തിന് വെള്ളം തെളിച്ചു കൊണ്ടുവന്ന ഒട്ടകത്തിനൊക്കെ നാലിഹ എന്ന് പറയും. ആ ഒട്ടകത്തിന് നീ തീറ്റ കൊടുത്തോ. നീ ആ ഹിജാമ നടത്തിയ പ്രതിഫലത്തെ നീ ഭക്ഷിപ്പിച്ചോ. റത്തീക്ക, നിന്റെ അടിമക്ക്. അപ്പോ ഹിജാമ നടത്തുക എന്ന് പറഞ്ഞാൽ രക്തവുമായി ബന്ധപ്പെട്ട ജോലിയാണ്. നജസുമായി ബന്ധപ്പെട്ട ജോലി ചെയ്തു കിട്ടിയ വരുമാനം നാം ഭക്ഷിക്കാതിരിക്കലും ഉപയോഗിക്കാതിരിക്കലുമാണ് നല്ലത്. നല്ല ജോലിയാണ് എപ്പോഴും നല്ലത്. നജസിന്റെ ജോലിയും നജസല്ലാത്ത ജോലിയും നോക്കുമ്പോൾ നജസുമായി ബന്ധപ്പെട്ട ജോലി താന്ന ജോലിയിലാണ് ഏർപ്പെടുന്നത്. താന്ന ജോലി കൊണ്ട് കിട്ടുന്ന വരുമാനം കറാഹത്താണ്. നജസുമായി ബന്ധപ്പെട്ട ജോലി കൊണ്ട് കിട്ടുന്ന വരുമാനം കറാഹത്താണ് എന്ന് മനസ്സിലാക്കാം. അത് മൃഗത്തിന് ഭക്ഷിപ്പിച്ചോ അല്ലെങ്കിൽ അടിമക്ക് ഭക്ഷിപ്പിച്ചോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറയുന്നത്. ഹറാമല്ല. കാരണം ഹറാമാണെങ്കിൽ അടിമക്കും കൊടുക്കാൻ പാടില്ലല്ലോ. റവാഹു മാലിക്കുൻ വത്തിർമിദിയു അബൂ ദാവൂദ ഇബ്നു മാജ. ഇനി മറ്റൊരു ഹദീസ് ഇങ്ങനെ കാണാം. وَنَبِي هُرَيْرَةَ رضي الله عنه قال, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചു, സമനിൽ കൽബി, നായയെ വിറ്റിട്ട് കിട്ടിയ വിലയെ തൊട്ട്. നജസാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ വിരോധിച്ചത്. വകസ്ബിസ് സമാറത്തി, എന്താ സമാറത്ത് എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്യുന്ന സ്ത്രീകൾ എന്നർത്ഥമുണ്ട്. വ്യഭിചാരി സ്ത്രീകൾക്കും സമാറത്ത് എന്ന് പറയാറുണ്ട്. അവരെടുക്കുന്ന ജോലി, അതുപോലെ തിന്മ ചെയ്യുന്ന സ്ത്രീകൾ എടുത്ത് കൊണ്ടുവരുന്ന ജോലി, ആ ജോലിയിൽ കിട്ടുന്ന വരുമാനം, അതും വിരോധിച്ചു. അതും പാടില്ല. റവാഹു ഫി ശർഹി സുന്ന. ഇനി മറ്റൊരു ഹദീസ് ഇങ്ങനെ കാണാം. അൻ അബീ ഉമാമത റളിയല്ലാഹു അൻഹു, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ തബീഉൽ ഖൈനാതി, പാട്ടുകാരികളായ സ്ത്രീകളെ നിങ്ങൾ വിൽക്കരുത്.
വലാ തസ്തറൂഹുന്ന, അവരെ നിങ്ങൾ വില കൊടുത്ത് വാങ്ങുകയും ചെയ്യരുത്. വലാ തുഅല്ലിമൂഹുന്ന, നിങ്ങൾ അവർക്ക് പാട്ട് പഠിപ്പിക്കുകയും ചെയ്യരുത്. വസമനുഹുന്ന ഹറാം, അവരുടെ വില ഹറാമാണ്. വഫീ മിസ്ലി ഹാദാ, ഈ വിഷയത്തിലാണ് നസലത്ത് ഇറങ്ങിയത്. ഈ മിസ്ലി ഹാദാ, അതുപോലെയുള്ള വിഷയത്തിൽ നസലത്ത് ഇറങ്ങി ആയത്ത്. വമിനന്നാസി മൻ യശ്തരീ ലഹ്വൽ ഹദീസ്, ജനങ്ങളെ കൂട്ടത്തിലുണ്ട് വമിനന്നാസി മൻ ഒരുത്തർ യശ്തരി, അവര് വാങ്ങുന്നു, വില കൊടുത്ത് വാങ്ങുന്ന ലഹ്വൽ ഹദീസ്, പായ് സംസാരങ്ങൾ, അതായത് പാട്ടുകാരികളായ സ്ത്രീകളെ ഒക്കെ വാങ്ങുന്നതിനെ പറ്റിയാണ്. റവാഹു അഹ്മദ് വത്തുർമുദി വബ്നു മാജാ വഖാല തുർമുദി ഹദാ ഹദീസുൻ ഗരീബുൻ, ഇത് ഗരീബായ ഹദീസാണ്. വാലി ഇബ്നു യസീദ് റാവി ദഅഫ് ബിൽ ഹദീസ്, ഹദീസ് ദഈഫാക്കപ്പെട്ട ആളാണ്. ഏതായിരിക്കട്ടെ, അത്തരം വിലകൾ ഒഴിവാക്കേണ്ടതാണെന്ന് മനസ്സിലാക്കാം. സനദ്കുർ ഹദീസ് ജാബിർ, ജാബിർ റളിയല്ലാഹു അൻഹു ഹദീസ് നമ്മൾ പിന്നെ പറയുന്നുണ്ട്. നഹാനക്കിലിൽ ഹിദ്ദി, പൂച്ചയെ ഭക്ഷിക്കൽ നബി തങ്ങൾ വിരോധിച്ചു. പൂച്ചയെ തിന്നാൻ പാടില്ല. ഫീബാബിമായ ഹില്ലു അക്കുലുഹു, തിന്നൽ ഹലാലാകുന്ന ഭക്ഷണം എന്ന അധ്യായത്തിൽ വരുന്നുണ്ടത് ഇൻഷാ അല്ലാഹ്. ഇനി മറ്റൊരു ഹദീസ്, നല്ല ഭക്ഷണം, ഹലാലായ ഭക്ഷണം, അതുമായി ബന്ധപ്പെട്ട ഹദീസ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലിപ്പിൽ പറയാം.